ബിസിനസ്സിനേക്കാൾ മാർക്കറ്റിംഗ് ഏജൻസികളുള്ള ഒരു നാടായി മാറിയിരിക്കുകയാണ് കേരളം. ഒരു ക്ലീശേ ഡയലോഗ് ഉണ്ട്, കേരളത്തിൽ ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് വീഴുന്ന ഒരു മാർക്കറ്റിംഗ് ഏജൻസിയുടെ മുകളിലായിരിക്കും. അത്തരത്തിലുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഒരു സംരംഭകന്റെ ഒരു കൺഫ്യൂഷനാണ് ഏത് ഏജൻസിനെ അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കണം എന്നുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. മിക്ക ഏജൻസികളും അവരുടെ മാർക്കറ്റിംഗ് ഡെക്കുകൾ ആ ഒരു ക്ലയൻറ്റിനെ ക്ലോസ് ചെയ്യണമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അവരുടെ എല്ലാ മേജർ ബെഞ്ച് മാർക്കുകളും അവരുടെ മേജർ വിന്നുകളും എല്ലാം നിറഞ്ഞ ഒരു ഡെക്കായിരിക്കും അവർ ക്രിയേറ്റ് ചെയ്യുക. അവരുടെ ബിസിനസ്സിനെ എത്തരത്തിലാണ് അവർ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ മാധ്യമങ്ങളാണ് അവർ ഇതിൽ ഉൾപ്പെടുത്തുക, ഇതിൻ്റെ ബഡ്ജറ്റ് എന്തായിരിക്കും, ഇവരുടെ റീറ്റെയിനർ ഫീ എന്താണ്, ഇതെല്ലാം അടങ്ങിയ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കും അവരുടെ പിച്ച് ഡെക്കിൽ ഉണ്ടാവുക. പക്ഷെ പലപ്പോഴും ഈ പിച്ച് ഡെക്കും അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന ഔട്ട്കവും തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. അത് മിക്ക ഫൗണ്ടേഴ്സിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് ഔട്ട്കം തരുന്ന ഏജൻസികളെ എങ്ങനെ തിരഞ്ഞെടുക്കാം, അവരുടെ പ്രീവിയസ് ഹിസ്റ്ററിയെക്കുറിച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഒന്ന് ചുരുക്കി പറയാം. നിങ്ങൾക്ക് ഒരു ഏജൻസിയെ സമീപിക്കുമ്പോഴും അല്ലെങ്കിൽ ഏജൻസി നിങ്ങളെ സമീപിക്കുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു 5 ക്ലയൻറ്റിൻ്റെ എങ്കിലും പോയിന്റ് ഓഫ് കോൺടാക്റ്റുകളെ നിങ്ങൾ മേടിക്കണം. അവർ ഏറ്റവും ബില്ല് ചെയ്യുന്ന അവരുടെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഒരു 5 മിനിമം ക്ലയൻറ്റിൻ്റെ എങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾ വാങ്ങി ഫൗണ്ടർ ടു ഫൗണ്ടർ ഒരു കോൾ എടുക്കുക. അതായത് നിങ്ങൾ ഒരു CEO ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോ ഫൗണ്ടർ ആണെങ്കിൽ ആ ഏജൻസി വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ സിഇഒമായിട്ട് ജസ്റ്റ് ഒരു ഫോൺ കോൾ എടുക്കുക. അവർ പിച്ച് ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഔട്ട്കം തന്നിട്ടുണ്ടോ, നല്ല രീതിയിലുള്ള ROI തന്നിട്ടുണ്ടോ, ROAS തന്നിട്ടുണ്ടോ രീതിയിലുള്ള ഡിസ്കഷനിൽ പോവുകയും എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള അവരുടെ വർക്കിംഗ് പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഇത് ഒരു കൈൻഡ് ഓഫ് ടെസ്റ്റിമോണിയൽ പോലെ നിങ്ങൾക്ക് യൂസ് ആവുകയും ചെയ്യും. ഇത് കൃത്യമായിട്ടുള്ള ഒരു ഏജൻസിയെ തിരഞ്ഞെടുക്കുന്നതിനും ഒരുപാട് ഏജൻസികൾ ഈ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങളല്ല റിസൾട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അത്തരമുള്ള സ്കാമുകളെ തടയാനും ഈ ഒരു പ്രക്രിയ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മാർക്കറ്റിംഗ് ഏജൻസികൾ അവരുടെ മാർക്കറ്റിംഗ് കൃത്യമായിട്ട് ഭയങ്കര ഹൈപ്പിൽ ചെയ്യും. പക്ഷെ അവരുടെ ക്ലയൻറ്റിൻ്റെ ഹാൻഡിൽസ് ഇത്രയും ഒരു പൊലിമയോട് ചെയ്യുന്നുണ്ടാവില്ല. നേരെ തിരിച്ചുകൊണ്ട്, അതായത് ക്ലയൻസിൻ്റെ ഹാൻഡിലെല്ലാം കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സ്വന്തം ഹാൻഡിൽ, അതായത് ഏജൻസിയുടെ ഹാൻഡിൽ ഒട്ടും തന്നെ ആക്റ്റീവ് ആയിരിക്കാത്ത കേസുകളുണ്ട്. പക്ഷേ ഇത് രണ്ടും ഒരു കൃത്യമായിട്ടുള്ള അനാലിസിസ് വേണ്ടത് തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലയൻറ്റ് നോക്കുന്ന സമയത്ത് മാർക്കറ്റിംഗ് ഏജൻസിയുടെ ഹാൻഡിൽ അത്ര ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഇത്തരത്തിൽ കൃത്യമായിട്ട് മാർക്കറ്റിംഗ് അവർ ചെയ്യില്ല എന്നുള്ളൊരു തോന്നൽ ക്ലയൻറ്റുകളുടെ ഉള്ളിലുണ്ടാവും. അത് ഫിക്സ് ചെയ്യാൻ മാർക്കറ്റിംഗ് ഏജൻസികളുടെ അക്കൗണ്ടുകളും ആക്റ്റീവായിട്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഇതുപോലെയുള്ള മാർക്കറ്റിംഗ് അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ.